നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഗ്രഹമാണ് ശുക്രൻ. സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ലൗകിക സുഖങ്ങളുടെയും കാരകനാണ് ശുക്രൻ. അതിനാൽ തന്നെ ശുക്രന്റെ സഞ്ചാരത്തിലുണ്ടാകുന്ന ഏതൊരു മാറ്റവും എല്ലാ രാശിക്കാരെയും ഒരുപോലെ ബാധിക്കും. ചില രാശിക്കാർക്ക് ഇത് പ്രതികൂലമായി ഭവിക്കുമ്പോൾ മറ്റു ചില രാശിക്കാർക്ക് അമൂല്യമായ നേട്ടങ്ങളായിരിക്കും സമ്മാനിക്കുക. മാർച്ച് 2-ാം തീയതിയുള്ള മീനം രാശിയിലേക്കുള്ള ഗ്രഹമാറ്റത്താൽ ശുക്രൻ ഉച്ചബലം പ്രാപിക്കുന്നു. 26-ാം തീയതി വരെ പ്രസ്തുത രാശിയിൽ തുടരുകയും ചെയ്യും. ഈ രാശിമാറ്റത്തിലൂടെ വളരെ മികച്ച നേട്ടങ്ങൾ ചില നക്ഷത്രക്കാർക്ക് ലഭിക്കും. പ്രത്യേകിച്ച് ശുക്രദശയ്ക്ക് തുല്യമായ ഗുണാനുഭവങ്ങളാണ് ഇതിൽ പറയുന്നവർക്ക് വരാനിരിക്കുന്നത്. ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ലൗകികമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുകയും ശുക്രന്റെ ഉച്ചബലം നിമിത്തം ധനവും ഐശ്വര്യവും അറിവും വർദ്ധിക്കുകയും ചെയ്യും. മീനം രാശിയിൽ ശുക്രൻ എത്തുമ്പോൾ മാളവ്യ യോഗം പോലുള്ള ശുഭയോഗങ്ങൾക്ക് സമാനമായ ഫലങ്ങൾ നൽകാൻ പ്രാപ്തനാകുന്നു. മനസമാധാനം, സാമ്പത്തിക അഭിവൃദ്ധി, കുടുംബത്തിൽ സന്തോഷം എന്നിവയാണ് ഈ കാലയളവിന്റെ പ്രത്യേകത. ഇനി ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് അറിയാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതിലാദ്യമായി രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ. ഇവർക്ക് ശുക്രൻ 11-ൽ സഞ്ചരിക്കുന്നു. ആയതുകൊണ്ട് ഇവർക്ക് ബന്ധുക്കളുമായുള്ള അകൽച്ചയെല്ലാം മാറി അവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മീനം 11-ാം ഭാവമായതിനാൽ പല രീതിയിലുള്ള വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ്. കൃഷി സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ്. നാൽക്കാലി വളർത്തലും അവയുടെ കച്ചവടവും ചെയ്യുന്നവർക്ക് തങ്ങളുടെ തൊഴിൽ നല്ല രീതിയിൽ ചെയ്യുന്നതിനും അതിൽ നിന്നും ധനലാഭം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. കടങ്ങൾ തീർക്കാൻ സാധിക്കും. വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും ഉണ്ടാകും. പുതിയ വാഹനം, വസ്ത്രം, ഗൃഹോപകരണങ്ങൾ മുതലായവ വാങ്ങാൻ സാധിക്കും. പൊതുവെ എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും ഈ നക്ഷത്രക്കാർക്ക് നല്ല വരുമാനം ലഭിക്കുന്നതിന് ഇടയാകും. അടുത്തതായി കാർത്തിക നക്ഷത്രക്കാർ. ഈ യോഗം ഇവർക്ക് മികച്ച മാറ്റങ്ങൾ നൽകും. ജോലിയിലും ബിസിനസ്സിലും മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും. സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാകും. ഈ യോഗം ഇവരുടെ വരുമാനം, ലാഭം എന്നീ ഭാവത്തിലാണ് രൂപപ്പെടുന്നത്. ഇതിലൂടെ ഇവർക്ക് അപ്രതീക്ഷിത ധനനേട്ടം, നിക്ഷേപത്തിൽ ബമ്പർ ലാഭം എന്നിവ ലഭിക്കുകയും ജീവിതം സന്തോഷപൂർണമായി മാറുകയും ചെയ്യും. ജോലിയിലും ബിസിനസ്സിലും നല്ല നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ. ഇവർ തൊടുന്നതെല്ലാം പൊന്നായി മാറും. ആഗ്രഹിക്കുന്നതെന്തും സ്വന്തമാക്കാൻ ഇവർക്ക് സാധിക്കും. ഏറെ നാളായി മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി പുതിയ വീട്ടിലേക്ക് താമസം മാറും. പുത്തൻ വീട്ടിൽ ആഡംബര ജീവിതമാണ് ഇവരെ കാത്തിരിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ഉദ്യോഗം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു. ജോലിയിൽ അധികാരം ലഭിക്കുന്നതിനും തന്റെ ജോലി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർക്കുക നിമിത്തം പ്രസിദ്ധി വർദ്ധിക്കുന്നതിനും സാധ്യത കാണുന്നു. ജോലിയിൽ പ്രമോഷനോ ഗ്രേഡോ ലഭിക്കുക നിമിത്തം വരുമാന വർധനവും ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പൂർണ്ണ ജാതകത്തിന്റെ PDF ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ജനനതീയതി, ജനനസ്ഥലം, ജനനസമയം, AM PM അടക്കം വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിക്കായി ഏത് ഗ്രഹത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്, അതായത് നിങ്ങളുടെ ജാതകത്തിലെ കൃത്യമായ ധനദേവത, ധനലഗ്നം മുതലായ വിവരങ്ങൾ, ജീവിതത്തിലെ സമ്പൂർണ്ണ വിജയത്തിന് ഏത് ദേവതയെയാണ് ഉപാസിക്കേണ്ടത് എന്നുള്ള കൃത്യമായ വിവരം, അതായത് നിങ്ങളുടെ ജാതകാലുള്ള ഉപാസനാമൂർത്തി എന്നിവയോടൊപ്പം നക്ഷത്രദശ, ജാതകത്തിലെ പ്രബലമായ യോഗങ്ങൾ, കൃത്യമായ നക്ഷത്രം, ലഗ്നം, വിശദമായ വർഗ ചാർട്ട്, ഭാവഫലം, ഗോചരഫലം തുടങ്ങിയുള്ള കൃത്യമായ സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കേണ്ടതായ 67 പേജുള്ള
സമ്പൂർണ്ണ ജാതകം വെറും 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. ആവശ്യമുള്ളവർ ജനനവിവരം വാട്സപ്പ് ചെയ്യുക. ശേഷം ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ മാത്രം പണമടയ്ക്കുക. അടുത്തതായി മകം നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് ശുക്രൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. ആയതിനാൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വീടും സ്ഥലവും വാങ്ങുന്നതിനും ആധുനികമായ ഗൃഹോപകരണങ്ങളും മറ്റും ലഭിക്കുകയും വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് ആ സ്ഥിതി മാറുകയും ലക്ഷ്മീവതിയായ സ്ത്രീയുടെ ലാഭവും ഈ നക്ഷത്രക്കാർക്ക് ഫലമാകുന്നു. ജോലിയിൽ ഉന്നത സ്ഥാനത്തെത്താൻ സാധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. ബിസിനസ് വിപുലപ്പെടുത്താനുള്ള ശ്രമങ്ങളും ആരംഭിക്കും. അടുത്തതായി പൂരം നക്ഷത്രക്കാർ. ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമസ്ഥാനത്താണ് ശുക്രൻ. ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ ശുക്രന്റെ ഫലദാന ശേഷി ഇരട്ടിയാകും. അഷ്ടമഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് കുടുംബസ്വത്ത് ലഭിക്കാനോ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് പണം ലഭിക്കാനോ സാധ്യതയുണ്ട്. ദീർഘകാലമായി ചികിത്സകൾ തേടിയിരുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. മാത്രമല്ല പങ്കാളിയുടെ ഭാഗത്തു നിന്ന് സാമ്പത്തിക സഹായവും പ്രതീക്ഷിക്കാം. ഇവർക്ക് അപ്രതീക്ഷിതമായി ലോട്ടറി ഭാഗ്യമോ മറ്റോ ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. അടുത്തതായി അനിഴം നക്ഷത്രക്കാർ. ഇവർക്ക് ബിസിനസ്സിൽ നിന്നും നല്ല വരുമാനം ലഭിക്കുന്നതിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും മികച്ച സമയമാണിത്. പൊതുവെ വ്യാപാര വാണിജ്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ശുക്രന്റെ രാശിമാറ്റം ഏറെ ഗുണം ചെയ്യും. മുൻപേ ചെയ്തു തുടങ്ങിയ പ്രവർത്തികൾ മുടക്കം വന്നു കിടക്കുന്നത് ഇപ്പോൾ നടക്കുന്നതിന് അനുകൂലമായ സാഹചര്യമാണ്. ഗവൺമെന്റ് സംബന്ധമായ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതും സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ജോലി സ്ഥലത്ത് അഭിനന്ദനങ്ങൾ അർഹമായ പ്രവർത്തികൾ ചെയ്യുവാനും സാധിക്കും. പ്രമോഷൻ മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് ലഭിക്കാനും സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടവർക്ക് അനുകൂലമായ നടപടി ഉണ്ടാകുന്നതിനും ഉത്തമമായ സമയമാണ്. അടുത്തതായി പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ. കുംഭക്കൂറുകാർക്ക് 2ാം ഭാവത്തിലാണ് ശുക്രൻ ഉച്ചനായി നിൽക്കുന്നത്. ഇതിന്റെ ഫലമായി ധനസമൃദ്ധി ഉണ്ടാകും. സാമ്പത്തികമായി വളരെ മികച്ച കാലഘട്ടമായിരിക്കും. ബാങ്ക് ബാലൻസ് വർദ്ധിക്കും. പ്രധാനമായും നിങ്ങളുടെ സംസാരത്തിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കാനും കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. അത്തരത്തിൽപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ മികച്ച ഫലങ്ങൾ ലഭിക്കും. ഈ കാലഘട്ടത്തിൽ ഇവരുടെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. നല്ല ആഹാരവും വസ്ത്രങ്ങളും ആസ്വദിക്കാൻ സാധിക്കും. അടുത്തതായി ആയില്യം നക്ഷത്രക്കാർ. ആയില്യം നക്ഷത്രക്കാർക്ക് ശുക്രന്റെ രാശിമാറ്റം കൊണ്ട് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. സർക്കാരിൽ നിന്നും ബഹുമതികളും മറ്റും കിട്ടുന്നതിന് സാധ്യത കാണുന്നു. പൊതുപ്രവർത്തന രംഗത്ത് തന്റേതായൊരു വ്യക്തിത്വം തെളിയിക്കാനുള്ള കാലഘട്ടമാണിത്. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങി ഐശ്വര്യം കൈവരുന്നതുമാണ്. പല മേഖലകളിൽ നിന്നും ധനസമ്പാദനം നടത്തുന്നതിനും തന്റെ കടങ്ങളെല്ലാം വീട്ടി സ്വസ്ഥനാകുന്നതിനും ശുക്രന്റെ രാശിമാറ്റം സഹായകരമാണ്. അടുത്തതായി പൂയം നക്ഷത്രക്കാർ. പൂയം നക്ഷത്രക്കാരുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. അതിനാൽ തന്നെയും തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നടപ്പിലാകും. ദൈവാനുഗ്രഹം വർദ്ധിക്കുന്ന കാലമാണ്. അപ്രതീക്ഷിതമായി ലോട്ടറി ഭാഗ്യമോ മറ്റു ഭാഗ്യങ്ങളോ ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും. വിദേശത്ത് ജോലി നോക്കുന്നവർക്കോ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ മികച്ച അവസരങ്ങൾ ലഭിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടാനും ഈ സമയം അനുയോജ്യമാണ്. അടുത്തതായി ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ ശുക്രൻ ഉച്ചനാകുന്നത് ഇവർക്ക് വലിയ ആശ്വാസമാകും. കണ്ടകശനിയിൽ നിന്നും മോചനം ലഭിക്കുകയും സാമ്പത്തികമായി വളരെ നല്ല അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. പ്രധാനമായും അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകും. അവ നിമിത്തം കടബാധ്യതകൾ തീർക്കാൻ സാധിക്കുകയും ചെയ്യും. രാശിമാറ്റ ശേഷം തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ്. ശുക്രന്റെ അനുഗ്രഹത്താൽ വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. പുതിയ വാഹനമോ വീടോ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക്
ഈ സമയം ആഗ്രഹ സാഫല്യം ലഭിക്കുകയും ചെയ്യും. അടുത്തതായി രേവതി നക്ഷത്രക്കാർ. സ്വന്തം രാശിയിൽ ശുക്രൻ ഉച്ചനായി നിൽക്കുന്നതിന്റെ എല്ലാ ഗുണങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും. ഇവരുടെ വ്യക്തിപ്രഭാവം വർദ്ധിക്കും. ആളുകൾ ഇവരെ ബഹുമാനത്തോടെ നോക്കിക്കാണും. സൗന്ദര്യവും ആകർഷണീയതയും കൂടും. ശുക്രൻ ഉച്ചം പ്രാപിച്ച ശേഷം വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യമായ ആലോചനകൾ വരികയും അതുറപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല, പുതിയ പങ്കാളിത്ത ബിസിനസ്സുകൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. സമൂഹത്തിൽ രേവതി നക്ഷത്രക്കാരുടെ പദവി ഉയരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ്. ശുക്രന്റെ ഈ ഉച്ചസ്ഥിതിയുടെ ഗുണഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിക്ക് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുകയോ അതിന് സാധിക്കാത്തവർ ശുക്രമന്ത്രമായ ഓം ശുക്രായ നമ എന്ന മന്ത്രം ജപിക്കുകയോ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവർ പാവപ്പെട്ടവർക്ക് വെളുത്ത നിറത്തിലുള്ള ഭക്ഷണമോ വസ്ത്രമോ നൽകുന്നത് ശുക്രന്റെ ഫലദാനശേഷി വർദ്ധിപ്പിക്കാൻ വളരെ ഉത്തമമാണ്. നിങ്ങൾക്ക് ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.